ഹലോ ഫ്രണ്ട്സ്, ചിന്നൂസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു രസം തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കിടാം, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, 2 കായം, ഇത്രയും കായം എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2 തക്കാളി ഉണ്ട്, കറിവേപ്പില, ഇഞ്ചി, 3 മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കാലാവസ്ഥയിൽ എല്ലാവർക്കും തന്നെ ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് രസം ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എടുത്തിരുന്ന തക്കാളി ഞാൻ ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കിയിട്ട് തക്കാളി അരിയണം. പിന്നെ എടുത്തിരുന്ന ഉള്ളിയും കുരുമുളക് അതെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അമ്മിക്കല്ലിൽ ഞാനതെല്ലാം കൂടി ഒന്ന് ചതച്ചല്ല, നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളില് നമ്മൾ പുളി വെള്ളത്തിലിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി എത്രയും ചെറുതാക്കി അരിയാമോ അത്രയും ചെറുതാക്കി അരിയണം, എങ്കിലേ പെട്ടെന്ന് നമുക്കത് വഴന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ കായം എടുത്ത് വെച്ചില്ലായിരുന്നോ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വലിയ കായത്തിന്റെ കഷ്ണങ്ങൾ വലുതാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും അതൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് അങ്ങ് അലിഞ്ഞോളും. അപ്പോൾ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ രസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം നന്നായിട്ട് അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്കിതൊന്ന് വേസ്റ്റ് ആക്കാൻ പാകത്തിനൊന്നുമില്ല, വേസ്റ്റ് കളയാൻ പാകത്തിനൊന്നുമില്ല. ഇത് ചോറിൽ വെച്ച് നമുക്ക് കഴിക്കാം. അല്ലാതെ സ്പൂണിൽ ചൂടോടുകൂടി തന്നെ കോരി ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.